അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. ചെങ്ങന്നൂർ, പുത്തൻകാവ്, പാണ്ടനാട് അടക്കമുള്ള ഇടങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഇവിടങ്ങളിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്ത് ഇടവിട്ട മഴ മാത്രമാണെങ്കിലും പമ്പയാറ് കരകവിഞ്ഞൊഴുകുകയാണ്. മൂഴിയാർ അടക്കമുള്ള ഡാമുകൾ തുറന്നതാണ് പ്രതിസന്ധിയിലാക്കുന്നത്. എസ് ശരൺ വിശദാംശങ്ങൾ നൽകാൻ. ശരൺ, ഇനിയും ആളുകളെ മാറ്റാനുണ്ടോ? നിലവിലെ ഒരു സാഹചര്യം എന്താണ്? മഴയുണ്ടോ ഇപ്പോൾ? ശ്രുതി, കീർത്തന, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനി ചില ആളുകളെ കൂടിയാണ് മാറ്റാനുള്ളത്. അവരെ കൂടി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അപ്പർ കുട്ടനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റവും ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പമ്പയാറാണ്. പമ്പയാറ് കരകവിഞ്ഞ് ഒഴുകുകയാണ്. അത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതേ സാഹചര്യമാണ്. അതിന് മാറ്റമുണ്ടായിട്ടില്ല. അങ്ങനെ വെള്ളം ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ കയറുന്നു. ഞാൻ നിൽക്കുന്നത് പുത്തൻകാവ് എന്നുള്ള സ്ഥലത്താണ്. പുത്തൻകാവ് 100ഓളം വീടുകളാണ് ഇവിടെ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. അല്പസമയം മുമ്പ് വരെ മഴയുണ്ടായിരുന്നില്ല. അതായത് ഇന്നലെ രാത്രിയൊക്കെ ഇടവിട്ട മഴയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴ ഒന്നുകൂടി കനത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. മഴ കനത്തോടുകൂടി ഇനി കൂടുതൽ വെള്ളത്തിന്റെ തോത് ഉയരുമോ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളെ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. അതായത് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് വള്ളത്തിലൊക്കെ തന്നെ പോയി ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ആളുകളെയൊക്കെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഈ പുത്തൻകാവിൽ മാത്രം 2 ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് പാണ്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ആറന്മുള, റാന്നി അടക്കമുള്ള ഇടങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴ, അതിനെ തുടർന്നാണ് വെള്ളം ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഇത് അപ്പർ കുട്ടനാട്ടിലേക്ക് എത്തുന്നു. പിന്നീട് അപ്പർ കുട്ടനാട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അത് ലോവർ കുട്ടനാട്ട് പ്രദേശങ്ങളിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും നമ്മളിപ്പോൾ ഈ കണ്ടത് പമ്പയാറിലെ സാഹചര്യമാണ്. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടെ 100ഓളം വീടുകൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ 100ഓളം വീടുകളാണ്. ഈ വീടുകൾ ഒക്കെ തന്നെ വെള്ളത്തിലായി കിടക്കുകയാണ്. ഒപ്പം തന്നെ ആളുകൾ, അതായത് ഈ വീടുകളിലെ സാധനങ്ങളൊക്കെ തന്നെ വെള്ളം കയറി നശിച്ചൊരു സാഹചര്യം കൂടി നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പരമാവധി ആളുകളെ ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വശത്ത് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയും. അതായത് എങ്ങനെയായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന സാഹചര്യം അത് അതേപടി തുടരുകയാണ്. പ്രത്യേകിച്ച് 2018 പ്രളയകാലത്ത് ഈ പ്രദേശങ്ങളാകെ തന്നെ പൂർണ്ണമായും മുങ്ങിപ്പോയതാണ്. ഇത്തവണ ഇത്തരത്തിലൊരു വെള്ളക്കെട്ടുണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഒരു മിനി പ്രളയം എന്ന് പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ വീണ്ടും 2018 സാഹചര്യം ആവർത്തിക്കുമോ എന്നുള്ളൊരു വലിയ ആശങ്ക ആളുകൾക്ക് ഉണ്ടായിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ മഴ കനക്കുന്നതാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. പ്രത്യേകിച്ച് മൂഴിയാർ ഡാം തുറന്ന സാഹചര്യമുണ്ട്, വെള്ളം ഒഴുക്കിവിട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടുതലായി ഇവിടേക്ക് എത്തുമ്പോൾ വെള്ളത്തിൻ്റെ തോത് ഉയരുമോ എന്നടക്കമുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പരമാവധി ആളുകളെ, അതായത് ആരെങ്കിലുമൊക്കെ തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള വലിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ഈ പുത്തൻകാവ്, പാണ്ടനാട് അടക്കമുള്ള ഇടങ്ങളിലാണ് ഈ ഒരു സാഹചര്യമുള്ളത്. വീടുകളൊക്കെ തന്നെ വെള്ളത്തിലായി കിടക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടി മഴ കനക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല. വൈകിട്ടാണെങ്കിലും അത്ര വലിയൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നത്, അത് ഇന്നലെ രാവിലെ ഇവിടുത്തെ വെള്ളം എങ്ങനെയായിരുന്നു, അത് വൈകിട്ടായപ്പോഴേക്കും 1.5 അടി കൂടി ഉയർന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഇന്നാവുമ്പോൾ കൂടുതൽ വെള്ളം ഇവിടേക്ക് കയറുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ കൂടുതൽ വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ഈ മഴ കനക്കുമ്പോൾ ഇനി കൂടുതൽ വെള്ളം ഇവിടേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. എന്തായാലും ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. ഈ പ്രദേശത്തെ ആകെ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തനം തുടരുകയാണ്. ഓക്കെ, പുത്തൻകാവിൽ നിന്നാണ് ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വെള്ളക്കെട്ട് രൂക്ഷമാണ്. പുത്തൻകാവ് മാത്രമല്ല, ചെങ്ങന്നൂര്, പാണ്ടനാട് അടക്കമുള്ള ഇടങ്ങളിലും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ്. ഇപ്പോഴും മഴ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.